ലീഗ് ഫുട്ബോളിൽ ജയത്തോടെ കിരീട പ്രതീക്ഷ നിലനിർത്തുന്നു ഗോകുലം കേരള FC. എതിരില്ലാത്തൊരു ഗോളിന് ശ്രീനിധി ഡക്കാനെയാണ് ഗോകുലം തോൽപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആവേശകരമായ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം രാഹുൽ? കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടന്ന നിർണായക മത്സരത്തിൽ ഗോകുലം കേരള FCക്ക് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ സൂചിപ്പിച്ച പോലെ തന്നെ കിരീട പ്രതീക്ഷകൾ സജീവമാക്കുകയാണ് ഗോകുലം കേരള FC. 15-ാം മിനിറ്റിൽ തബീസോ ബ്രൗൺ നേടിയ ഗോളാണ് ഗോകുലം കേരള FCക്ക് വിജയം സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഗോകുലം പ്ലെയർ ആയിട്ടുള്ള മുൻ ഇന്ത്യൻ താരം മഷൂറാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മത്സരം? ഇന്നത്തെ കുറച്ച് ടഫ് മാച്ചായിരുന്നു. നമുക്ക് ഒരുപാട് ചാൻസുകൾ കിട്ടി, പക്ഷെ അതൊന്നും മുതലാക്കാൻ പറ്റിയില്ല ഒരു ഒറ്റ ഗോളിൽ. പക്ഷേ പോസിറ്റീവാണ്, ഡ്രസ്സിംഗ് റൂം ഭയങ്കര ഹാപ്പിയാണ്, കോച്ച് പ്ലെയേഴ്സ് കോൺഫിഡൻറ്റിലാണ്. ഇനി അടുത്ത മാച്ച് ജയിക്കുക. മറ്റു റിസൾട്ടിനെ പറ്റി ഞങ്ങൾ തിങ്ക് ചെയ്യണമെന്നില്ല. ഞങ്ങൾ ഓൾ ഔട്ട്, ഞങ്ങളെ ഫുൾ എഫേർട്ട് ക്ലബിന് വേണ്ടി കൊടുക്കും. ഞങ്ങളെ ഫാൻസിനും തീർച്ചയായിട്ടും ഞങ്ങളെ ഫുൾ എഫേർട്ട് ക്ലബിനും ഫാൻസിനും കൊടുക്കുന്നതാണ്. അടുത്ത 4-ാം തീയതി നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ, ഇവിടെ തന്നെയാണ് മത്സരം. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു ഹിസ്റ്ററി ക്ലബ്ബാണ്. എപ്പോഴും ഗോകുലം ഒരു ഹിസ്റ്ററി ക്ലബ്ബാണ്. ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ട്രോഫികൾ എടുത്തു വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാവുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗോകുലം കേരള FCയുടെ ആരാധകർക്ക് ഒരു പെരുന്നാൾ സമ്മാനം തന്നെയാണ് ഗോകുലം കേരള ടീം തന്നെ നൽകിയിരിക്കുന്നത്. ഇനി 4-ാം തീയതിയാണ് അടുത്ത ഗോകുലം കേരളയുടെ അവസാന മത്സരം. ആ മത്സരത്തിൽ ഗോകുലം കേരള ജയിക്കണം. അതോടൊപ്പം തന്നെ ചർച്ചിൽ ബ്രദേഴ്സും അതോടൊപ്പം ഇന്റർ കാശിയുമാണ് ഗോകുലം കേരളയ്ക്ക് തൊട്ട് മുന്നുള്ള 2 ടീമുകൾ. അവർ ഒന്നെങ്കിൽ അടുത്ത കളികളിൽ തോൽക്കുകയോ അല്ലെങ്കിൽ സമനില വഴങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഗോകുലം കേരള FCക്ക് കിരീടം സ്വന്തമാക്കാൻ കഴിയും. എന്താണെങ്കിലും ടീം ആകെ വലിയ സന്തോഷത്തിലാണ്. ശരിയായ ലീഗിൽ ജയം തുടരുന്നു ഗോകുലം കേരള FC. രാഹുൽ സുരേഷ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.